എഴുത്തുകാരനും ഭാഷാ പണ്ഡിതനുമായ എം.എൻ. കാരശ്ശേരിയെ വീട്ടിലെത്തി സന്ദർശിച്ച് വയനാട് എം.പി. പ്രിയങ്ക ഗാന്ധി. കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ ഒപ്പമുണ്ടായിരുന്നു. വീട്ടിലെത്തിയ എം.പിയെ എം.എൻ. കാരശ്ശേരിയും ഭാര്യ ബദീജയും ചേർന്ന് ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. 40 മിനിറ്റോളം അവരുടെ കുടുംബത്തോടൊപ്പം പ്രിയങ്ക ഗാന്ധി ചെലവഴിച്ചു. കുടുംബത്തോടൊപ്പം ഫോട്ടോയും എടുത്താണ് എം.പി. മടങ്ങിയത്. ഞാൻ പറഞ്ഞ പലതിനോടും മിക്കതിനോടും അവർ യോജിച്ചു, പലതും അവർ കുറിച്ചെടുത്തു, ചില പേരുകളും കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ അവർക്ക് എൻ്റെ ഇംഗ്ലീഷിൽ പരിഭാഷയുള്ള 2 പുസ്തകങ്ങൾ കൊടുത്തു. ഒന്ന് ഗാന്ധി എലൈവ്, ഗാന്ധിയുടെ സെക്രട്ടറി വെങ്കട്രാം കല്യാണത്തെ കണ്ട് സംസാരിച്ചിരുന്നു ഞാൻ. അത് 4-5 കൊല്ലം മുമ്പാണ്. അത് ഗാന്ധിയുടെ സാക്ഷി എന്ന് മലയാളത്തിൽ വന്ന പുസ്തകം, അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ വേണുഗോപാല മേനോൻ ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തിയതിൻ്റെ കോപ്പി അവർക്ക് കൊടുത്തു. ഇതുപോലെ ഞാൻ അവരോട് ബഷീറിനെ പറ്റി സംസാരിച്ചു. ബഷീർ 1948 ജനുവരി 30 വരെ കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, വലിയ എഴുത്തുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഞാൻ കേന്ദ്ര സാഹിത്യ അക്കാദമിക്ക് വേണ്ടി തയ്യാറാക്കിയത് എൻ്റെ സുഹൃത്ത് KM ഷെരീഫ് പരിഭാഷപ്പെടുത്തിയതിൻ്റെ ഒരു കോപ്പി അവർക്ക് കൊടുത്തു. അവർ അത് വളരെ സന്തോഷമായിട്ടും അവർ സൗകര്യം പോലെ വായിക്കാം എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അവരുടെ സന്ദർശനത്തെപ്പറ്റിയും അവരുടെ സംഭാഷണത്തെപ്പറ്റിയും എനിക്ക് വളരെ സന്തോഷമാണ്. അവരെപ്പറ്റി എനിക്ക് പ്രതീക്ഷയുണ്ട്. ഇടുക്കി ഇടമലക്കുടിയുടെ യാത്രാ ദുരിതത്തിൽ ഗോത്ര ജനത സമരത്തിനൊരുങ്ങുന്നു. രോഗികളെ മഞ്ചൽ കെട്ടി ചുമന്ന് കാടിറങ്ങുന്ന ജനതയുടെ ദുരിതക്കാഴ്ച പതിവായിട്ടും റോഡ് നിർമ്മാണം പൂർത്തീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം ആരംഭിക്കുന്നത്. പൂർണ്ണമായ ജീവിതം നയിക്കുന്നവരാണ് ഇടമലക്കുടി പഞ്ചായത്ത് നിവാസികൾ. സംസ്ഥാനത്തെ ഏക ഗോത്ര പഞ്ചായത്ത് രൂപീകരിച്ചിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും സഞ്ചാരയോഗ്യമായ ഒരു റോഡ് പൂർത്തീകരിക്കാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല. നിത്യോപയോഗ സാധനങ്ങൾ തലച്ചുമടായി കിലോമീറ്ററുകൾ നടന്നെത്തിക്കണം എന്നതിനൊപ്പം പഞ്ചായത്ത് നിവാസികൾ നേരിടുന്ന പ്രധാന പ്രതിസന്ധി കൃത്യസമയത്ത് രോഗികൾക്ക് ചികിത്സ ലഭ്യമാക്കാൻ സാധിക്കുന്നില്ല എന്നതാണ്. രോഗികളെ മഞ്ചൽ കെട്ടിയിരുത്തി കിലോമീറ്ററുകൾ ചുമന്നാണ് ഇവർ പുറം ലോകത്തെത്തിക്കുന്നത്. ഏതാനും നാളുകൾക്കിടെ ചികിത്സ കൃത്യസമയത്ത് ലഭിക്കാതെ 4 ജീവനുകൾ നഷ്ടപ്പെട്ടു. കുട്ടി എന്ന അടിമാലി താലൂക്ക് ആശുപത്രി കൊണ്ട് മരണപ്പെട്ടു. നല്ല റോഡില്ലാത്ത കാരണം കുട്ടിയെ ഇവിടെ കൊണ്ട് വളരെ പ്രയാസപ്പെട്ട് ചുമന്നാണ് കൊണ്ടുപോയത്. റോഡുണ്ടായിരുന്നെങ്കിൽ കുട്ടിയെ രക്ഷിക്കാമായിരുന്നെന്നാണ് കുട്ടിയുടെ ബന്ധുക്കൾ പറയുന്നത്. അതുകൊണ്ട് റോഡ് കൂടല്ലാർകുടിയിൽ നിന്നും ആനക്കുളം വരെയുള്ള റോഡ് ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്ക് വളരെ പ്രയോജനപ്രദമാണെന്ന് പറയുന്നത്. 2023 ആരംഭിച്ച് പെട്ടിമുടി ഇടലിപ്പാറ റോഡ് നിർമ്മാണം 2024 ഡിസംബറിൽ പൂർത്തിയാക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ നിലവിൽ റോഡ് നിർമ്മാണം എങ്ങും എത്തിയിട്ടില്ല. മാസങ്ങളായി നിർമ്മാണം നിലച്ചിരിക്കുകയാണ്. ഇടമലക്കുടിയിലെ ആകെയുള്ള 28 കുടികളിൽ 10 കുടികളിലുള്ളവർക്ക് മാത്രമേ പുതിയ പാത പൂർത്തിയായാലും പ്രയോജനം ലഭിക്കൂ. ബാക്കിയുള്ള 18 കുടികളിലെ 1600ഓളം വരുന്ന ആളുകൾ കുടല്ലാർ വഴി മാങ്കുളത്തിന് സമീപം ആനക്കുളത്ത് എത്തിയാണ് യാത്ര ചെയ്യുന്നത്. മീൻകുത്തിക്കുടിയിൽ നിന്നും ഏകദേശം 4 കിലോമീറ്റർ റോഡ് നിർമ്മിച്ചാൽ പഞ്ചായത്തിലെ ഭൂരിഭാഗം ജനങ്ങൾക്കും പ്രയോജനകരമാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. റോഡ് സൗകര്യം ഇല്ലാത്ത കാരണമാണ് എൻ്റെ അനിയത്തിയുടെ കൊച്ചിന് പനി ബാധിച്ച് താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് മരണപ്പെട്ടത്. ഇതുപോലൊരു സംഭവം ഇനിയും ഞങ്ങളുടെ ഈ കുടിയിൽ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല. ഇടമലക്കുടിയോടുള്ള തുടർച്ചയായ അവഗണനയിൽ പ്രതിഷേധിച്ച് സമരത്തിന് തയ്യാറെടുക്കുകയാണ് ഗോത്ര ജനത. ഇടമലക്കുടിയിലെ വികസനങ്ങൾ അട്ടിമറിക്കും അധികാരികളെ നിങ്ങൾക്കിനിയും മാപ്പില്ല. അടിസ്ഥാന സൗകര്യമായ ഈ റോഡ് ഇല്ലാത്തത് കാരണം ഈ മാസത്തിൽ തന്നെ 4 ജീവനുകളാണ് ഞങ്ങൾക്ക് ഒഴിഞ്ഞേക്കുന്നത്. ഇനി അത് ആവർത്തിച്ചുകൂടാ. ഇനി അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രതിഷേധ പരിപാടികളിലേക്ക് രംഗത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. പൊതുമരാമത്ത് വകുപ്പ് ഓഫീസ് ഉപരോധമടക്കമുള്ള സമര പരിപാടികൾക്ക് ഒരുങ്ങുകയാണിവർ. ന്യൂസ് 18 ഇടുക്കി.